ഹായ് നമസ്കാരം. സന്തോഷം അല്ലേ? ഒരാഴ്ച മുന്നേ പല വിദ്യാർത്ഥികളും എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാറേ, എനിക്ക് ഇത്ര ഏജ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ഏജ് ആണ്, അപ്പോൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ആ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുവാണ്. ഇപ്പം തുരുതുരാന്ന് പറഞ്ഞ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായി. ഓക്കെ, പ്രായപരിധി കൂട്ടി ഇല്ലേ? നിങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞു കാണും. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ PSCയുടെ പ്രായപരിധി കൂട്ടിയിട്ടുണ്ട്. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രായപരിധിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം എങ്ങനെയാണ്, ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ്. ഒരുപാട് പേര് പ്രതീക്ഷയോടെ നിന്ന് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. ഒരുപാട് പേര് സങ്കടപ്പെട്ടിരുന്ന് പഠിച്ച് ഒരുപാട് ക്വാളിഫിക്കേഷനൊക്കെ എടുത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ബെഡിന്റെ അടിയിലും അലമാരയിലും കയറ്റി വെച്ചേക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അല്ലെ? ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. അതൊന്നും ഒരു പ്രയോജനം ഇല്ലാതായി പോയല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ്. അപ്പൊ ഈ ഒരു ചാൻസ് ആരും മിസ്സാക്കരുത്. അതിനൊക്കെ ലാസ്റ്റ് ചാൻസ്. ദൈവം നമ്മുടെ മുന്നിൽ ഒരു കതക് തുറന്നു തന്നു. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഇപ്പൊ ഇരിക്കുന്നവണക്ക് തന്നെ ഇരുന്ന് പോകാമെന്ന് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. അപ്പൊ എങ്ങനെയാണ് അതിന്റെ പ്രായപരിധികളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് നോക്കിയേ, ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് 36 വയസ്സ് വരെ ആയിരുന്നു. ജനറൽ കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായപരിധി എത്രയായിരുന്നു? 36 വരെ ആയിരുന്നു. അതിപ്പോ എങ്ങോട്ട് മാറി? അത് 40ലേക്ക് ചാടിയിട്ടുണ്ട്. 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സന്തോഷം. ജനറൽ കാറ്റഗറി 36ൽ നിന്ന് 40ലേക്ക് പോയി. ഓക്കെ, ജനറൽ ആയിട്ടുള്ള. ഇനി OBC-കാരാണെങ്കിൽ അത് 43ലേക്ക് പോയിട്ടുണ്ട്. എവിടെ കിടന്നയായിരുന്നു? 39 കിടന്നയാണ്. 4 കൂടെ കൂടി 43. SC/ST എത്രയായി? 45 കിടന്ന. 41ൽ നിന്ന് 45ലേക്ക് ജമ്പ് ചെയ്തു. എന്താ സന്തോഷം. ഇനി എന്താ നിങ്ങളുടെ പ്രശ്നം? ഇനിയുള്ള പ്രശ്നം എങ്ങനെ പഠിക്കും, എവിടെ പഠിക്കും, ഏതൊക്കെ എക്സാം, ഇനി ഏതൊക്കെ ഇനി ഒരു ത്വരയായിരിക്കും. ഇനി ഏതൊക്കെ എക്സാം ഉണ്ട്, പോരട്ടെ, ഇനി ഏതൊക്കെ എക്സാമിന് അപ്ലൈ ചെയ്യണം, ഏതൊക്കെ എക്സാംസ് ഇനി അപ്ലൈ ചെയ്യാൻ കിടപ്പുണ്ട്, ഏതെങ്കിലും ഉണ്ട്. ഇനി അതായിരിക്കും ഫോണിൽ മെസ്സേജ്. സാറേ, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം ഉണ്ടോ, ഇനി എന്റെ ക്വാളിഫിക്കേഷൻ ഇത് എഴുതാൻ പറ്റുമോ, അത് എഴുതാൻ പറ്റുമോ, അതിന് ഇങ്ങനെ ഒരു ചോദ്യത്തോടെ ബഹളമായിരിക്കും ഇനി നാളെ മുതൽ. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു പോയതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന ഒരു വലിയൊരു എക്സാം ആണ് LDC 2027. എല്ലാവരും ഉറ്റുനോക്കി നിൽക്കുന്ന ഒരു എക്സാം ആണ് LDC. അതിന് നല്ല പോസ്റ്റിംഗ് നടക്കും. കാരണം പറയേണ്ട കാര്യമില്ല, ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു റിസൾട്ട് വരുന്ന ഒരു എക്സാം ആണ് LDC എക്സാംസ്. അപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആത്മാർത്ഥമായിട്ട് ഇറങ്ങുന്നവർക്ക് കേരള PSC ഗവൺമെന്റ് ജോലി ഉറപ്പായിട്ടും കിട്ടും. ആത്മാർത്ഥമായിട്ട് നോക്കി പഠിക്കുന്നവരെ സംബന്ധിച്ച് കുറെ നെഗറ്റീവ് ന്യൂസ് ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ചില മേഖലകളിൽ, ടീച്ചിങ് മേഖലകളിലൊക്കെ നെഗറ്റീവ് ന്യൂസുകളൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ എന്താ പറയുന്നത്, ഒരു പർട്ടിക്കുലർ കുറച്ച് ടൈമിലേക്ക് കുറച്ച് നെഗറ്റീവ് ന്യൂസുകൾ സ്പ്രെഡ് ആയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കുറച്ച് സമയമില്ലേ, എന്നാൽ ഇത്രയും നാൾ നമ്മൾ ഗവൺമെന്റ് ജോലി കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല. ഇത്രയും വർഷങ്ങളിൽ പല പോസ്റ്റുകളിൽ പല അഡ്വൈസുകൾ പൊക്കോണ്ടിരിക്കുകയാണ്, വിദ്യാർത്ഥികൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ? ഞാൻ ഒരുപാട് വർഷം കൊണ്ട് ഈ ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുക, ഒരുപാട് കുട്ടികളെ കയറ്റി വിട്ടിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു പർട്ടിക്കുലർ കുറച്ച് ടൈമിലേക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്നേക്കുമായിട്ടുള്ളൊരു പ്രശ്നമല്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയാൽ ഞാൻ പറയുന്നു, നിങ്ങൾ ജോലിയിൽ കയറിയിരിക്കും. അത് ഒരു കോംപ്രമൈസും ഇല്ലാത്ത കാര്യമാണ്. അപ്പം കൃത്യമായിട്ട് ഏജ് മാറിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാക്കി എവിടുന്ന് പഠിക്കണം, എന്ത് പഠിക്കണം, ഏതൊക്കെ എക്സാംസ് ഉണ്ട്, നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പഠിച്ചാലുണ്ടല്ലോ ജോലിക്ക്. നിങ്ങൾ വീട്ടമ്മയാണ്, പല പ്രശ്നങ്ങളുണ്ട്, അവിടെ പോകണം, ഇവിടെ പോകണം, ജോലിക്ക് പോകണം, മക്കളെ നോക്കണം, ഒക്കെ ഭർത്താവിനെ നോക്കണം, ഒക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മനസ്സ് വെച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഒരു ദിവസം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറാൻ സിമ്പിൾ ആണ്. അതിന് വേണ്ട ടൈം ടേബിൾ പ്ലാനുകൾ, ഒരു ദിവസം എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, എല്ലാം നമ്മളുടെ AZB അക്കാഡമിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തികച്ചും സൗജന്യമായിട്ട് നമ്മൾ ഫ്രീ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ താഴെ എന്തുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ ആക്സസ് ചെയ്യുക, കണ്ടന്റുകൾ, അതുപോലെ തന്നെ ടൈം ടേബിളുകൾ, നോട്ട്സുകളൊക്കെ കിട്ടും. ഒരുപാട് കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ പഠിക്കുക. ഇനി ചെറിയൊക്കെ പേയ്മെന്റ് ഒക്കെ കൊടുക്കാൻ തയ്യാറാവുന്നത് നമ്മുടെ കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് വരാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായിട്ട്, ഇതൊന്നും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിച്ചോളുക. നിങ്ങൾക്കുള്ളതാണ് ആ കസേര. എവിടെയോ ഒരു കസേര നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനൊരു ചാൻസ്, ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിപ്പെടില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെയും ആ കസേര അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കസേരയിലേക്ക് പോയിരിക്കാൻ നിങ്ങൾക്ക് കിട്ടിയ അവസരമാണ്. അപ്പം പാഴാക്കാതിരിക്കുക.
ഓക്കെ, ഉറപ്പാണേ? ട്രൈ ചെയ്യുവേ. അപ്പം ഞാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തോണം. എത്തിയിരിക്കും നമ്മുടെ സ്വപ്നം. ഈ ഒരു ഇപ്പം നിൽക്കുന്ന ഒരു ജീവിത സ്റ്റൈലിൽ നിന്ന് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പം ഞാൻ പോകുന്നു. നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. നിങ്ങൾ എല്ലാവരും ക്ലാസ്സിലേക്ക് എത്തിയേക്കാം.